മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഭാഷണ വിഷയം തുടരും എന്നുള്ള സിനിമയാണ്. മോഹൻലാൽ നായകനായി അഭിനയിച്ച, തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഇങ്ങനൊരു സിനിമ കഴിഞ്ഞ 5 വർഷമായി മോഹൻലാലിന് കിട്ടാത്ത ബഹുമതിയാണ് നേടിക്കൊടുത്തത്. ജനസഞ്ചയം, ജനസാഗരം എന്നൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്. അത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരേപോലെ ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ഈ സിനിമ ഇപ്പോഴും ഒരു പ്രശസ്ത സംവിധായകൻ മോഹൻലാലിൻ്റെ അഭിനയം കൊതിയോടെ നോക്കി കാണുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലർ പറയാറുണ്ട്, കയ്യിലെ സ്റ്റോക്കെല്ലാം തീർന്നു പോയി അല്ലേ. നമ്മൾ ചില സിനിമകളും പറയാറുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയെല്ലാം മോഹൻലാൽ വേറെ ഏത് നടനായാലും പറയും, അവന് കയ്യിലെ തീർന്നു പോയി, ഗ്യാസൊക്കെ പോയി. ഇത് സംവിധായകരെക്കുറിച്ചും പറയാറുണ്ട്, എഴുത്തുകാരെക്കുറിച്ചും പറയാറുണ്ട്. അപ്പം അങ്ങനെ പറയുന്നവർക്ക് ഇത് പറയാൻ സുഖമുണ്ട്, കേൾക്കാൻ ചിലർക്ക് സുഖമുണ്ടായിരിക്കാം. എന്നാൽ അതാണ് സത്യാവസ്ഥ. നമ്മുടെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മറ്റ് ലോക സിനിമയിൽ എത്രയോ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമകളും പെർഫെക്റ്റ് ആണോ? എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മെച്ചമാണോ? എല്ലാ സിനിമകളും നാഷണൽ അവാർഡോ ദേശീയ അവാർഡുകൾ ഇൻ്റർനാഷണൽ അവാർഡുകൾ നേടിയതാണോ? ഒരേ സംവിധായകൻ തന്നെയായിരിക്കാം, ഒരേ എഴുത്തുകാരൻ തന്നെയായിരിക്കാം, ഒരേ നടനും നടിയുമായിരിക്കാം. എന്നിട്ടും വ്യത്യസ്ത രീതിയിലുള്ള സിനിമകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ചിലത് മാത്രമാണ് വളരെ വ്യത്യസ്തമായി കാണുന്നത്. ഇത് പറയാൻ കാരണം മോഹൻലാലിനെ കുറിച്ചാണ്. മോഹൻലാൽ കുറേ നല്ല നടനാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. അഭിനയം ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ മാത്രമാണ് ആ മുഖത്ത് അഭിനയത്തിൻ്റെ പൂത്തിരികൾ വിടരുന്നത്. ശരിക്ക് അതുവരെ കളിച്ചും തമാശക്കും പറഞ്ഞിരിക്കുന്ന ലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വളരെ വ്യത്യസ്തനാണ്. അത് ഇന്ന് മാത്രമല്ല, തുടക്കം മുതലേ ലാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ലാലിൻ്റെ സിനിമകൾ പലതും കുറച്ച് വർഷമായിക്കൊണ്ട് വേണ്ടത്ര ഇലേശുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളല്ല പറയുന്നത്, ഫാൻസുകാർ തന്നെ പറയുന്നുണ്ട്, ലാലേട്ടൻ്റെ സിനിമകൾ അങ്ങനെ പഴയ പോലെ ഏൽക്കുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. എന്നാൽ അതൊക്കെ മോശം സിനിമകളാണോ? മോശം സിനിമകളല്ല. നല്ല സിനിമകൾ പരീക്ഷിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേ പേരുണ്ട്, ഫാൻസുകാരടക്കം. ഞാൻ മുമ്പും പറയാറുണ്ട്, ഫാൻസുകാർ ജനപ്രിയ സിനിമകളല്ല കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ജനപ്രിയകളല്ലാത്ത, കൂടുതൽ പേര് കാണാത്ത സിനിമകളാണ് കണ്ട് പ്രൊമോട്ട് ചെയ്ത് ആ സിനിമ ഹിറ്റാക്കണമെന്ന് പറയാറുണ്ട്. അത് അവർ ചെയ്യാറില്ല. അപ്പോൾ പിന്നെ സിനിമയ്ക്ക് കളക്ഷൻ കുറഞ്ഞാൽ ആരെ കുറ്റപ്പെടുത്താൻ പറ്റും? എന്നാൽ ഈ പുതിയ സിനിമ തുടരും റിലീസ് ചെയ്തപ്പോൾ അതിന് തലേ ദിവസം വരെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. ഇതുമാതിരി അമ്പമ്പോ, ഇത് എന്തുവാ, ജനസഞ്ചയം ഇങ്ങനെ ഉണ്ടാകുമോ, അഭിനയം ഇങ്ങനെ ഉണ്ടാകുമോ, ഇത് ഒരുമാതിരി ഞെട്ടിപ്പിച്ച് കളഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഈ സിനിമ റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ ചില വീഡിയോകളിൽ കണ്ടിട്ടില്ലേ, അവനൊന്നും ശരിയായില്ല, ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളി ചില ചെറുപ്പക്കാരുണ്ട് ഇവിടെ. എന്ന പോലെ തന്നെയാണ് പലരും കൈയൊഴിഞ്ഞ സിനിമയാണ് ഈ തുടരും. അതാണ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. വെറുതെ പറയുന്നതല്ല. ആ സിനിമ കണ്ടവർ തന്നെ ആ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നു. തനിച്ച് കണ്ടവർ കുടുംബവുമായി പോകുന്നു. ഭാര്യയും ഭർത്താവും കണ്ടവർ തന്നെ മക്കളും ഒത്തു പോകുന്നു, അമ്മയോടൊത്തു പോകുന്നു. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പല പ്രാവശ്യം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതൊരു പ്രത്യേകതയല്ലേ? മലയാള സിനിമയുടെ ഒരു വസന്തം തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകാരടക്കം. അതിലെന്താ അതിലൊരു മാജിക്ക്? ഒരു മാജിക്കും ഇല്ല. നല്ല കുടുംബകഥ, നല്ല കഥ, കണ്ടന്റ് ഉണ്ടോ? അത് നല്ല സംവിധായകനാണോ? നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ആർട്ടിസ്റ്റുണ്ടോ? അത് ബമ്പർ ഹിറ്റായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലാതെ തോക്ക് മാത്രം വെച്ചുകൊണ്ട് കളിച്ചാലൊന്നും ഒരു സിനിമയും എല്ലാ കാലത്തും വിജയിക്കണമെന്നില്ല. കുടുംബകഥകൾ എല്ലാ കാലത്തും ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട്, കുടുംബകഥകൾ കാണണമെങ്കിൽ ഡെയിലി ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ കണ്ടാൽ പോരെ എന്നുള്ളതാണത്. ഞാൻ സീരിയലിൻ്റെ കാര്യത്തിൽ തൽക്കാലം പോകുന്നില്ല, വിമർശിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. സീരിയലും സിനിമയും രണ്ടാണെന്ന് ആലോചിക്കണം. ഇത് 2-2.5 മണിക്കൂറിൽ ഒതുക്കി നിൽക്കാവുന്ന സിനിമയാണ്. അതിലെല്ലാം ഉണ്ട്.
മറ്റതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളോളം വ്യത്യാസം. അപ്പം അങ്ങനെയുള്ള നല്ല കണ്ടന്റുള്ള കുടുംബ കഥകൾ ഏത് കാലത്തും വിജയിച്ചിട്ടുണ്ട്. ലിസ്റ്റ് പരിശോധിക്കാം, നമുക്ക് ഏത് ലിസ്റ്റ് വേണേൽ പരിശോധിക്കാം. നല്ല കണ്ടന്റുള്ള സിനിമകൾ എന്നാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾ അന്വേഷിക്കൂ. അപ്പോഴാണ് അത്തരം സിനിമകൾ പരാജയപ്പെട്ടിട്ടില്ല. ഇനി ഇതിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ഇതിൻ്റെ വിജയം കണ്ടുകൊണ്ട് ഏതെങ്കിലും മണ്ടന്മാർ ചേർന്നുകൊണ്ട് ഇതേപോലൊരു കഥ തട്ടിക്കൂട്ടിയാലോ ഫ്ലോപ്പാവും, അതും സംശയമില്ല. നമുക്കുള്ള ദോഷം അതാണ്. ഒരു സിനിമ വിജയിച്ച് കഴിഞ്ഞാൽ അതിനെ അനുകരിച്ചു കൊണ്ട് പുറകെ പോവുക എന്നുള്ളതാണത്. വെറുതെ അനുകരിച്ചാൽ മാത്രം പോലെ കയ്യിൽ എന്തെങ്കിലും വേണം, തലയിൽ എന്തെങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ തുടരുകൾ മോഹൻലാൽ അസാമാന്യമായ അഭിനയം കാഴ്ചവെക്കുമ്പോഴും അങ്ങ് കുറച്ച് ദൂരെ പൂനെയിലിരുന്നു കൊണ്ട് പുതിയ സിനിമ സംവിധാനം ചെയ്യുകയാണ്. മോഹൻലാലിനെ വെച്ച് കുറേ സിനിമകൾ സംവിധാനം ചെയ്ത് ഹിറ്റാക്കിയ സത്യനന്ദിക്കാട് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ. അതിൽ മോഹൻലാൽ കുറച്ച് വർഷത്തിന് ശേഷം സത്യനായിട്ട് ചേർന്ന് സിനിമ ചെയ്യുന്നു. ആ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്, പേര് തന്നെ ഹൃദയപൂർവ്വം എന്നുള്ളതാണത്. മനോഹരമായൊരു പേര്. അതും ഒരു കുടുംബ സിനിമയുടെ സ്വതേ സത്യനന്ദിക്കാട് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരൻ തന്നെയാണ്. എല്ലാ വർഷവും സിനിമ ചെയ്യാറില്ല, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു സിനിമ വരുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് സത്യനന്ദിക്കാട് ഒരു പ്രത്യേകതയുണ്ട്. സത്യനന്ദിക്കാട് നമ്മൾ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന പോലെ തന്നെ മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ സംവിധായകനോടൊപ്പം തന്നെ നല്ല ആസ്വാദകനായി തീരുന്നു. അതായത് മോഹൻലാലിൻ്റെ അഭിനയം കൊതിയോടെ നോക്കിക്കാണുന്നു. ഇത് ഇപ്പോൾ മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിക്ക് TP ബാലഗോപാലൻ MA എന്നുള്ളൊരു സിനിമയുണ്ട്. ശ്രീനിവാസൻ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാലും ശോഭനയും അഭിനയിച്ചൊരു സിനിമയുണ്ട്. ആ സിനിമയിലെ അഭിനയം എന്ന് പറഞ്ഞാൽ അന്നാണ് സത്യനന്ദിക്കാട് ഇങ്ങനെ ടേക്ക് പറഞ്ഞുകൊണ്ട് കട്ട് പറയാൻ മറന്നുപോയ ഒരു സിനിമയാണത്. മോഹൻലാൽ അഭിനയം കണ്ടിട്ട്, അതായത് മോഹൻലാലിൻ്റെ കയ്യിൽ ഇത്രമാത്രം വ്യത്യസ്തമായ സാധനമുണ്ടോ മുഖത്ത് എന്ന് സത്യനന്ദിക്കാട് അന്ന് പറഞ്ഞു. അത്രയും മനോഹരമായിട്ട് പറയാനും കാരണം സത്യൻ്റെ പടങ്ങളിൽ അധികമൊന്നും അന്ന് മോഹൻലാൽ അഭിനയിച്ചിരുന്നില്ല. അതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് വരെ ഇവർ തമാശ പറഞ്ഞിരിക്കുന്നു. തമാശ പറഞ്ഞ് ഇതിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിലുണ്ട്. അവിടെയാണ് മറ്റൊരു മോഹൻലാലിനെ കണ്ടത്. അങ്ങനെ അന്ന് മുതൽ മോഹൻലാലിൻ്റെ അഭിനയം കൊതിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരാളാണ് സത്യനന്ദിക്കാട്. ആ സത്യനന്ദിക്കാടിൻ്റെ അന്നത്തെ മാനസികാവസ്ഥ, അന്നത്തെ അഭിരുചി ഇന്നും മാറിയിട്ടില്ല. ഇപ്പോൾ പലരും പറഞ്ഞു തുടരും ഗംഭീരമായി എന്ന് പറഞ്ഞപ്പോൾ ആ ഗംഭീരമായ അഭിനയവും കണ്ടു. അവിടെ പൂനെയിലെ മോഹൻലാലും സത്യനന്ദിക്കാടും അടക്കമുള്ളവർ പുതിയ സിനിമയുടെ ഹൃദയപൂർവ്വ സിനിമയുടെ ചിത്രീകരണത്തിലാണ്. ആ ചിത്രീകരണം നടക്കുമ്പോഴും അതേ പഴയ സത്യനന്ദിക്കാട് തന്നെയാണ് ഇപ്പോഴും മോഹൻലാലിൻ്റെ അഭിനയം കണ്ടുകൊണ്ട് കൊതി തീരാതെ പോന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ചോദിക്കും അഭിനയം മാത്രമാണോ എന്നുള്ളത്. അല്ല എന്നുള്ളൊരു അനുഭവം കൂടിയുണ്ട്. ഇവിടെ മുമ്പ് മോഹൻലാൽ അഭിനയിക്കാത്തൊരു സിനിമയുണ്ട് സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ. അതൊരു കഥ തുടരുന്നു. അതൊരു പരീക്ഷണം നടത്തിയ സിനിമയാണത്. അത് മമതാസും ആസിഫ് അലിയും നായകനും നായികയായിട്ട് അഭിനയിച്ച സിനിമയാണത്. ഒരു പരിപാടി കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഈ രണ്ടുപേരും വരുമ്പോൾ അടുത്ത പടത്തിനെക്കുറിച്ച് പറയുന്നു. അവിടെ നിർത്തി വേറെ കാര്യം ആലോചിക്കുക. അപ്പം ലാൽ ചോദിച്ചു, ആ കഥ പറയുമോ സത്യ? അപ്പോൾ സത്യം ചോദിച്ചു, എന്തിന്, നിങ്ങൾ അഭിനയിക്കുന്നില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ സിനിമയെ ആ കഥയൊന്ന് കേൾക്കട്ടെ ഇഷ്ടമാണെന്ന് പറയണത്. അങ്ങനെ നിർബന്ധിച്ച് കഥ പറയുകയാണ്. ഈ കഥ പറഞ്ഞപ്പോഴാണ് ഈ കഥയിൽ മമതാ മോഹൻദാസിൻ്റെ ഭർത്താവായ ആസിഫ് അലി ഒരു വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത്. ആ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലാൽ പറഞ്ഞു, എനിക്കൊരു നിർദ്ദേശമുണ്ട്, വേണമെങ്കിൽ സ്വീകരിക്കാം. ഈ വാഹനമിടിച്ച് മരിക്കുക എന്നൊരു ഇപ്പോൾ സർവ്വസാധാരണമാണ്. അതൊരു പഴയ സംഭവമാണത്. അതൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ കൊട്ടേഷൻ സംഘം ആള് മാറി കൊന്നു, ആള് മാറി അങ്ങനെ കൊല്ലപ്പെടുന്ന സീനിലേക്ക് സാധനം വരികയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ സത്യൻ ആലോചിച്ചത് കൊള്ളാമല്ലോ. മോഹൻലാൽ നിർബന്ധിച്ചാണ് കഥ പറഞ്ഞതെങ്കിലും അത് മനോഹരമായിരിക്കും. അങ്ങനെയാണ് പിന്നെ ആ സിനിമയിൽ ചിത്രീകരിച്ചത്. അതിൻ്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അഭിനയിക്കാൻ മാത്രമല്ല കഥ പറയാനുള്ള സെൻസ് കൂടി മോഹൻലാലിനുണ്ട് എന്നാണ് അന്നും ഇന്നും സത്യനന്ദിക്കാട് പറഞ്ഞത്.
ഇതൊരു സത്യനന്ദിക്കാടിൻ്റെ കാര്യം മാത്രമല്ല, പല മോഹൻലാലുമായി സഹകരിച്ച പല സംവിധായകരും പറയുന്നത് മോഹൻലാലിൻ്റെ അഭിനയം കണ്ട് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല. അത് എവിടം വരെ പോകുമെന്നുള്ളത് പറയാനും പറ്റില്ല. കാരണം മോഹൻലാൽ ഒരു കടലാണ്. ആ കടലിനടിത്തട്ടിൽ കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, മുത്തും ചിപ്പിയും അടക്കമുള്ളത്. അത് കണ്ടെത്താൻ കഴിവുള്ള ഒരാളായിരിക്കണം സംവിധായകൻ.